ഡിസംബർ മാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വൈബാണല്ലേ, ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരു വൈബ്. അപ്പോൾ അത് വേറൊന്നുമല്ല, അപ്പോൾ ഞങ്ങളും അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നടത്തുന്നത്. ആദ്യം തന്നെ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യണം എന്നാണ് നമ്മളുടെ ആ ഒരു പ്ലാനിങ്ങിലാണ് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കമ്പൊക്കെ എടുത്തിട്ടുണ്ട്. കമ്പെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പൊരിയണി മരം, അതിൽ നിന്നും കിട്ടുന്ന ആ തടിയും കഷ്ണങ്ങളൊക്കെ ചെയ്ത് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയൊരു പുൽക്കൂടൊന്നുമല്ല, എന്നാലും അത്യാവശ്യത്തിന് വലിപ്പമുണ്ട് കേട്ടോ. നല്ലൊരു രസത്തിലുള്ളൊരു പുൽക്കൂടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ അളവും കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നിസ്സാരമായിട്ട് പിന്നെ മക്കളും കൂടെ ചേർന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ പിന്നെ എന്ത് രസമാണല്ലേ ഇതൊക്കെ ചെയ്യാൻ, ഉത്സാഹത്തിലാണ്. അതിനിടയ്ക്ക് പാട്ടും ഡാൻസും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെള്ള കമ്പാകാനായിട്ട് ഇതുപോലെ ചെത്തി അതിൻ്റെ തോലെല്ലാം മാറ്റിയിട്ടാണ് കേട്ടോ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പുല്ല് പണ്ടൊക്കെ കാണുന്നുണ്ട്, ഇപ്പോൾ കാണാനില്ല കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ മലമുകളിലാണ് കാണുന്നത്. മലയുടെ പാറക്കെട്ടുകളുടെ ഇടയിലാണ് ഈ ഒരു പുല്ല് പൊടിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വേറൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതുപോലെ കമ്പെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നീട് അതുപോലെ ആ പുല്ലിലുള്ള പൂ മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. അതിലുള്ള ഇലകളെല്ലാം മാറ്റിയിട്ട് വേണം ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. പുല്ലെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൊഴുത്തിനായിട്ട് ആ ഒരു സെറ്റിങ്ങിന് വരാൻ വേണ്ടി ഇതുപോലെ വൈക്കോലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് പ്രതിമകളെല്ലാം വച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു ഫീലാണെന്നറിയാമോ. ഞങ്ങൾ പണ്ട് പള്ളിയിലൊക്കെ പോയി ഇതുപോലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിലെല്ലാം പങ്കെടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത് പുൽക്കൂടാണ് കേട്ടോ. ഒരു ഫീൽ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിയപ്പോൾ വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. ഇപ്രാവശ്യത്തെക്കാട്ട് ഈ ഒരു പുൽക്കൂട് ഇപ്രാവശ്യം നല്ല പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ പുൽക്കൂടിന് നല്ല ഫിനിഷിങ് വർക്കിലാണ് കേട്ടോ നിസ്സാരമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പുൽക്കൂടാണ് ഞങ്ങൾ പണ്ടൊക്കെ പള്ളിയിലൊക്കെ കാണുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കുമെന്നറിയില്ല ഈ പ്രാവശ്യത്തെ പുൽക്കൂട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പുൽക്കൂട് ഇഷ്ടമായ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. ഇതിനെ വരവേൽക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ, പുൽക്കൂടും കരോളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.